السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أم المؤمنين عائشة رضي الله عنها قالت كان النبي صلى الله عليه وسلم لا ينام على فراشه حتى يقرأ بني إسرائيل والزمر. رواه الترمذي വഅഹ്മദു വന്നസായി റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് ശീലങ്ങൾ നാം മനസ്സിലാക്കി വരികയാണ്. നമ്മുടെ പതിവുകളും ശീലങ്ങളും പ്രവാചക മാതൃകയിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചത്, അതിന് ഇങ്ങനെ തന്നെ മരണം വരെ പോകുന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉക്കാലയിലും ദുൽമജാസിലും ഒക്കെ തന്നെ ജീവിതം തീർക്കുമായിരുന്നു. ഇസ്ലാമിന്റെ ഭൂമിയിലേക്ക് കാലുകുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. സഹാബിമാരിൽ പല ആൾക്കാരും സമ്പത്തിനോട് പ്രേമമുള്ള ആൾക്കാർ, ദുനിയാവിനോട് ആഗ്രഹമുള്ള ആൾക്കാർ, ആക്രാന്തമുള്ള ആൾക്കാർ, പെണ്ണിനോടും മറ്റിതര കാര്യങ്ങളോടും ഭ്രമമുണ്ടായിരുന്ന ആൾക്കാർ, ലഹരിയിൽ മുങ്ങിക്കുളിച്ച ആൾക്കാർ, അവരൊക്കെ അവരുടെ ശീലങ്ങൾക്ക് മാറ്റാൻ തയ്യാറായ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ അവർ തെളിമയാർന്ന മുഅ്മിനുകളായി മാറി. നമുക്കും അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവുകളും ശീലങ്ങളും എത്രത്തോളം കഴിയുമ്പോൾ അത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് പ്രത്യേകമായ പല ശീലങ്ങൾ, ഭക്ഷണത്തിൽ നമുക്ക് ശീലങ്ങളുണ്ട്, വിശ്രമത്തിലുണ്ട്, ഉറക്കത്തിലുണ്ട്, യാത്രയിലുണ്ട്. എവിടെ പോയി വന്നാലും ഒന്ന് കുളിക്കാതെ കിടന്നുറങ്ങാത്ത ആളുകൾ നമ്മിൽ പല ആൾക്കാരും ഉണ്ട്. അതൊരു ശീലമാണ്, കുറ്റമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര തിരക്ക് നമുക്കുണ്ടോ? പലതും ചെയ്യാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന എന്താ? തിരക്കുകൊണ്ടാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന അതിഥികൾ പല രൂപത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള, പല രാജ്യത്തിലുള്ള, പല ആദർശങ്ങളും ഒക്കെയുള്ള ആൾക്കാരെ അവരെ ഒക്കെ തന്മയത്വത്തോടു കൂടി പിടിച്ചിരുത്തി വളരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് ഒരു ഷഹാദത്ത് കലിമ ചൊല്ലാൻ പര്യാപ്തമാകുന്ന രൂപത്തിൽ മാനസികമായ ക്ലാസ് എടുത്തു കൊടുക്കണം. പരാതികൾ ഏറെണ്ടാവും, അതൊക്കെ രമ്യമായി പരിഹരിക്കണം. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, 7 കുടുംബത്തിലേക്ക് അന്നം കണ്ടെത്താനുള്ള ശ്രമം റസൂലുള്ളാഹി നടത്തണം. നമ്മൾ ഒരു കുടുംബത്തിലേക്ക് തന്നെ ഓടിയിട്ട് തളർന്നു, ചെരുപ്പൊക്കെ തേഞ്ഞു, നരമ്പുകളൊക്കെ ചുളുങ്ങാൻ തുടങ്ങി, ചോരയോട്ടം നിന്നു. പല ആൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നസീബ് കൊടുത്തവരുണ്ട്. എന്നിട്ടും പല പ്രയാസങ്ങളും പരാതികളും നമ്മുടെ ജീവിതത്തിൽ. വ്യക്തിപരമായിട്ടോ കുടുംബപരമായതിൽ ഒരു പക്ഷേ മനുഷ്യന് ഓടി ഓടി തേഞ്ഞെങ്കിൽ പോലും അവനവന്റെ കാര്യങ്ങൾ, പല ആൾക്കാരും നമ്മൾ പറയില്ലേ, ഇഞ്ഞെങ്കിലും അവനവന്റെ കാര്യം നോക്കിക്കൂടെ? പലപ്പോഴും നമുക്കും തോന്നിയില്ലേ, ഇനിയിപ്പോ എന്തിനാ അത്? സ്വന്തം ജീവിതം എന്താണെന്ന് അറിയാതെ ജീവിച്ചുകൊണ്ടേയിരിക്കാം, തിന്നുക, കുടിക്കുക, നേരം വിളിക്കുക, വൈകുന്നേരമാകുക എന്നല്ലാതെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ റസൂലിന്റെ കഷ്ടപ്പാടിനോട് ചേർത്ത് വെച്ചാൽ തല ചായ്ക്കാൻ ഒരു ഇടം കിട്ടിയാൽ അവിടെ തളർന്നുറങ്ങി ദിവസങ്ങളോളം ഉറങ്ങാൻ ക്ഷീണം ഉണ്ടാവും. പക്ഷേ അത് ചെയ്തില്ല. പതിവ് ശീലം ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളതാണ്. എപ്പോ? രാത്രി ഉറങ്ങാൻ നേരത്തെ ഒന്ന് കിടന്നാ മതി എന്ന്. അങ്ങനെ ഒരു ഘട്ടം എത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് 39ാമത്തെ സൂറത്തായ 75 ആയത്തുകളുള്ള സൂറത്തു സുമർ. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ഓതുന്ന 8 സൂറത്തുകളിൽ ഈ സൂറത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? സൂറത്ത് സബഇന് ശേഷം ഇറങ്ങിയ ഒരു സൂറത്താണ്. മറ്റൊന്ന് ഇറഫ് എന്നതിന് പേരുണ്ട്. ആ സൂറത്തിലുള്ള പല ആയത്തുകളിൽ നിന്നും നൽകപ്പെട്ട ഒന്നാണ്. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരുക്കി വെക്കുന്ന മാളികകൾക്കാണ് ഉറഫ് എന്ന് പറയാ. എന്നിട്ടോ അതിന്റെ മീതെ മിൻ ഫൗഖിഹിം ഉറഫുൻ, വേറെയും ഉണ്ട് എന്ന് പറയുന്ന ഒരായത്ത് അതിൽ കാണാൻ പറ്റും. അതിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു പേര് ഉറഫ് എന്നതിന് നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് സുമർ. ഏറ്റവും അവസാനം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഒക്കെ ആൾക്കാരെ സുമറൻ ആയിട്ടാണ് കൊണ്ടുപോകുക, കൂട്ടമായിട്ടാണ് വലിച്ചു വെക്കപ്പെട്ടുമൊക്കെ കൊണ്ടുപോകുമെന്നാണ്. അതിന്റെ തുടക്കത്തിൽ
തൗഹീദ്, സംശുദ്ധമായ തൗഹീദ് കൊണ്ട് തുടങ്ങി ശിർക്കന്മാരായ ആൾക്കാർ, നമ്മൾ വിചാരിക്കും ഇപ്പൊ മാത്രമാണ് രോഗമുള്ളത്. അല്ല, ഖുർആനിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ആൾക്കാർ പറഞ്ഞിരുന്നാണ്, ഞങ്ങൾ അവരെ ആരാധിക്കുന്നൊന്നുമില്ല, ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്ന്. എന്തൊക്കെ ന്യായീകരണങ്ങളാ ശിർക്കിന്റെ ആൾക്കാർ അന്നും ഇന്നും എന്നും പറയുന്നത്. ആ ന്യായീകരണങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനത്തെ വിശ്വാസികളും അവിശ്വാസികളുമായ ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞ് അള്ളാഹു ആ സൂറത്ത് അവസാനിപ്പിക്കുന്നതിനേറെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അൽഹംദു കൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകളുണ്ട്, അവസാനിക്കുന്ന 5 സൂറത്തുകളുണ്ട്. അതിലൊന്നെന്താ? ആദ്യത്തെ ഏതാ? സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തേത് സൂറത്ത് അൻആം, മറ്റൊന്ന് സൂറത്തു സബ, വേറൊന്ന് സൂറത്തുൽ ഫാത്തിർ 35ാമത്തെ സൂറത്ത്. ഇനി ഒന്നും കൂടി ഉണ്ട്, അതേതാ? അൽ കഹ്ഫ്. അൽ കഹ്ഫും തുടങ്ങുന്നത് അൽഹംദു കൊണ്ടാണ്. അവസാനിക്കുന്നുണ്ട് സൂറത്ത് ഇസ്രാ, അവസാനിക്കുന്നത് അൽഹംദു അതിൽ വരുന്നുണ്ട്. നംലയിലുണ്ട്, സ്വാഫാത്തിലുണ്ട്, ജാസിയിലുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് സുമർ അവസാനിപ്പിക്കുകയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ആ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ വേണ്ടി അദ്ദേഹം ഇഷ്ടപ്പെടുകയും പതിവാക്കുകയും ചെയ്തിരുന്നു. നാം ഓരോരുത്തരും ഓതി വരുന്ന ആളുകളാണെങ്കിൽ അത് ജീവിതത്തിന്റെ അവസാനം വരെ തുടരാനും, ഓതാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് ആരംഭിക്കാനുമുള്ള നിയ്യത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനുകളുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന മുഅ്മിനുകളും മുത്തഖീകളുമായി ജീവിച്ചു വരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും അള്ളാഹു ഇരുലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ളവരും രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾ, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അവനവന്റെ കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇബാദത്ത് കൊണ്ട് മുഖരിതമാകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിച്ച് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനത്തിൽ പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമസ്ഥന്മാരായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.